iOS 26 റിലീസായിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് 1 വീക്കായി. ഈ ഒരു 1 വീക്കിൽ നമ്മൾ കുറേയധികം ഹിഡൻ ട്രിക്സുകളും പെർഫോമൻസ് ബൂസ്റ്റ്, നമ്മുടെ ബാറ്ററി പെർഫോമൻസ്, ഹീറ്റിംഗ് ഇഷ്യൂ, അങ്ങനെ കുറേയധികം കാര്യങ്ങളും ബഗ്ഗുകളും എല്ലാ യൂസേഴ്സും നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ iOS 26ൻ്റെ കുറച്ചധികം ഹിഡൻ ട്രിക്സുകളും നമ്മുടെ ഈ പറഞ്ഞ ബഗ്ഗുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജെബിൻ സേവിയർ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യത്തെ ഹിഡൻ ട്രിക്ക് എന്ന് പറയുന്നത് സ്വൈപ്പ് ഗസ്റ്ററാണ്. നമുക്കറിയാവുന്ന പോലെ ഐഫോണിൽ ഈ ഒരു സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ ഇതേപോലെ നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഐഫോൺ 17 പ്രോ മാക്സോ അല്ലെങ്കിൽ പ്രോ മാക്സ് സീരീസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാരോ സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കോ ഇതേപോലെ നമ്മുടെ കൈ എത്തിച്ച് ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള കാര്യം കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ iOS 26ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് ബാക്കിലേക്ക് പോകാൻ പറ്റും. ഇത് സെറ്റിങ്സിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ഏത് ആപ്ലിക്കേഷൻ ആയാലും ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. സോ ഇത് സിമ്പിൾ ഗസ്റ്റർ ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം സിംഗിൾ ഹാൻഡ് യൂസേഴ്സിനും പ്രോ മാക്സ് യൂസേഴ്സിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതാണ് കസ്റ്റം റിംഗ് ടോൺ എന്ന് പറയുന്നത്. യെസ്, ഫൈനലി ഐഫോണിൽ ഇനി മുതൽ നിങ്ങൾക്ക് കസ്റ്റം റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതേപോലെ നേരെ നമ്മുടെ ഫയൽ ആപ്പിലേക്ക് പോകാം. ഫയൽ ആപ്പിൽ ഒരു 30 സെക്കൻഡിന് താഴത്തുള്ള ഒരു റിംഗ് ടോൺ നിങ്ങൾക്ക് സഫാരിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ പൊതുവെ സഫാരിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഗരാജ് ബാൻഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ആ ഓരോ റിംഗ് ടോൺ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു ഷെയർ ഷീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോർ എന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസേഴ്സ് റിംഗ് ടോൺ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ ഞാൻ ഓൾറെഡി ഇവിടെ ഈ റിംഗ് ടോൺ സെറ്റ് ചെയ്യുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചോദിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ റിംഗ് ടോൺ സെറ്റ് ചെയ്താൽ നേരെ നമ്മുടെ സെറ്റിങ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷനിൽ ആ ഒരു കസ്റ്റം റിംഗ് ടോൺ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ കസ്റ്റം റിംഗ് ടോൺസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഈസി ആയിട്ട് 30 സെക്കൻഡിന് താഴത്തുള്ള എല്ലാ സോങ്സുകളും നിങ്ങൾക്ക് ഇനി മുതൽ റിംഗ് ടോൺ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഐഫോണിൽ സെറ്റ് ചെയ്യാം. അടുത്ത വന്ന ഫീച്ചറാണ് മിക്സ് മോജി എന്ന് പറയുന്നത്. യെസ്, ഐഫോൺ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഹിഡൻ ട്രിക്കാണ് മിക്സ് മോജി എന്ന് പറയുന്നത്. നമുക്ക് കുറേയധികം ഇമോജീസ് ഉണ്ട്, പക്ഷേ ആപ്പിൾ ജെൻമോജി ക്രിയേറ്റ് ചെയ്തു നമുക്കൊരു കസ്റ്റം ഇമോജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മിക്സ് മോജിയിൽ നമുക്ക് 2-3 ഡിഫറെൻറ്റ് ഇമോജീസ് ആഡ് ചെയ്ത് ഒരു പുതിയ ഒരു ഇമോജി കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ പറയുന്ന ഒരു ഇമോജി സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനൊരു പുതിയ ഇമോജി സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമോജി സെലക്ട് ചെയ്തു. ഈ 2 ഇമോജിയും കൂടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പുതിയ ഇമോജി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോജി നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സന്തോഷം കൊണ്ട് ഈ പറഞ്ഞ കണ്ണ് നിറയുന്ന പോലെ അല്ലെങ്കിൽ കുറേയധികം സ്നേഹം കൊണ്ട് കണ്ണ് നിറയുന്ന പോലെ ഒരു പുതിയ കസ്റ്റം ഇമോജിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ ലവോ സാഡ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ എന്താണോ അത് ഇതേപോലെ മിക്സ് ഇമോജി വെച്ച് കൺവേ ചെയ്യാനും ആ ഓരോ യൂസേഴ്സിന് നിങ്ങളുടെ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനും ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഒരു മിക്സ് മോജി എന്ന് പറയുന്നത്. സോ ഈ ഒരു മിക്സ് മോജി എന്തായാലും എല്ലാ യൂസേഴ്സും ട്രൈ ചെയ്യുക. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജിങ് ഫീച്ചറാണ് ഈ പറഞ്ഞ മിക്സ് മോജി എന്ന് പറയുന്നത്. അടുത്ത വന്ന ഫീച്ചറാണ് നമ്മുടെ ക്യാമറയിൽ ഇനി മുതൽ എന്തെങ്കിലും ഒരു പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മഡ്ജോ ഉണ്ടെങ്കിൽ നമ്മുടെ ഐഫോൺ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്യും. അതിന് സെറ്റിങ്സിലേക്ക് പോകാം. നേരെ ഈ പറഞ്ഞ ക്യാമറ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ലെൻസ് ക്ലീനിങ് ഹിൻസ് എന്ന് പറയുന്നത്. ഐഫോൺ ക്യാമറയിൽ എന്തെങ്കിലും ഇതേപോലെ പൊടിയോ സ്മഡ്ജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഒരു ക്യാമറ ക്ലാരിറ്റി ഇല്ലാന്ന പോലെ ഐഫോൺ ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ ഒരു മൂവ് ഫർദർ അവേ എന്ന് കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഐഫോണിൻ്റെ ക്യാമറ ലെൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഹിൻറ്റ് നമുക്ക് തരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഷോട്ട്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഫോൺ യൂസേജ് കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അടുത്ത വരുന്ന ഒരു ഹിഡൻ ഫീച്ചറാണ് കുറേയധികം യൂസേഴ്സിന് ട്രാവൽ സിക്നസ് ഉണ്ട്. അതായത് നമ്മൾ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെഡേക്ക് ആയിട്ടോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ് മോഷൻ ക്യൂ എന്ന് പറയുന്നത്. ഈ ഒരു മോഷൻ ക്യൂവിലും നമുക്ക് പുതിയ ഒരു അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുണ്ട്. നേരെ ഈ പറഞ്ഞ സെറ്റിങ്സിൽ ആക്സിബിലിറ്റി ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് മോഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. വെഹിക്കിൾ മോഷൻ ക്യൂ എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ കസ്റ്റമൈസ് അപ്പിയറൻസ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് റെഗുലർ
ഡൈനാമിക്, അതോടൊപ്പം നിങ്ങൾക്ക് ലാർജ് ഡോട്ട്സ് വേണമെങ്കിൽ ലാർജ് ഡോട്ട്സ്, പിന്നെ മോർ ഡോട്ട്സ് വേണമെങ്കിൽ മോർ ഡോട്ട്സ്, ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാം. അതിലുപരി നിങ്ങൾക്ക് ഈ പറഞ്ഞ കളേഴ്സ് വരെ ചൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ കളറിൻ്റെ ഡിഫറൻസിയേഷൻ ഉണ്ടാവും, അതായത് കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവും. ആ ഒരു യൂസേഴ്സിന് വരെ ഈ പറഞ്ഞ കളേഴ്സ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ആ ഒരു യൂസബിലിറ്റി മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാനാണ് ഈ പറഞ്ഞ കളേഴ്സ് ഓപ്ഷനും ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത വരുന്ന ഹിഡൻ ഫീച്ചറാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത്. ഐഫോൺ യൂസേഴ്സ് ആരും അറിയാത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു ഫീച്ചറാണ് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൺട്രോൾ സെൻറ്ററിൽ ഇതേപോലെ ഒരു ചെവിയുടെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഡെസിബൽ കാണിക്കും. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു ഓപ്ഷൻ്റെ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ സ്പീക്കേഴ്സ് എന്നും അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്നും നിങ്ങൾ കാണാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇത്രമാത്രം ഓൾട്ടർനേറ്റീവായ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ബോട്ട്, എയർപ്ലെയിൻ, അതോടൊപ്പം റെയിൻ, ഓഷൻ, ഡാർക്ക് നോയ്സ് എന്നിങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട് നോയ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ പറഞ്ഞ ഓരോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും നിങ്ങൾക്ക് സ്ലീപ്പിങ്ങിലോ അല്ലെങ്കിൽ മെഡിറ്റേഷനിലോ ഓരോ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് സെറ്റ് ചെയ്യാം. പക്ഷേ ഇതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത്. നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് കസ്റ്റം സൗണ്ടിൻ്റെ ഓരോ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. നേരെ ഈ ഒരു ഓപ്ഷൻ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് സൗണ്ട് വിത്ത് ടൈമർ എന്നുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മതി. ഇപ്പോൾ കിടന്നുറങ്ങാൻ നേരം ഈ പറഞ്ഞ റെയിനിൻ്റെ സൗണ്ട് വെച്ച് മഴയുടെ ശബ്ദം, ആ ഒരു മഴയുടെ ശബ്ദം രാവിലെ എണീക്കുക വരെ നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ കിടക്കാൻ നേരം 1 മണിക്കൂറിനോ 2 മണിക്കൂറിനോ ഈ പറഞ്ഞ ടൈം സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകും. വിച്ച് മീൻസ് നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാം. വെറുതെ രാവിലെ വരെയും ഈ പറഞ്ഞ ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്തിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടൈമർ ഓപ്ഷൻ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്ത വരുന്ന ഫീച്ചറാണ് ഫയൽസ് ആപ്പിൽ ഇനി മുതൽ നിങ്ങൾ കസ്റ്റമൈസ് ഓപ്ഷൻ കൂടുതലധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നേരെ നമ്മുടെ ഫയൽ ആപ്പ് എടുക്കാം. ഫയൽ ആപ്പിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ഐഫോണിലുള്ള കുറച്ച് ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഫോൾഡർ ഞാൻ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തു. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ഫോൾഡർ ആൻഡ് ടാഗ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റം ഇമോജീസ് അല്ലെങ്കിൽ കസ്റ്റം ടാഗുകൾ ഇതേപോലെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യും. ഇവിടെ കുറേ ടാഗുകളുടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ടാപ്പ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടാഗുകൾ ഇവിടെ ആക്സസ് ആവുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ഇമോജിയാണ് സെറ്റ് ചെയ്യേണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇമോജി ഇവിടെ സെറ്റ് ചെയ്യാം. ഇമോജി മാത്രമല്ല നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും കളർ ഓപ്ഷൻസും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്നുകൂടെ എടുക്കാം. കസ്റ്റമൈസ് ഓപ്ഷൻ എടുത്ത് ഈ ഒരു ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ, ഇപ്പോൾ ഈ പറഞ്ഞ 2 കളർ ചൂസ് ചെയ്തു. ടാഗ് കൊടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 ടാഗും ആ ഒരു ഫോൾഡറിൻ്റെ കളറും മാറിയിരുന്നത് കാണാൻ പറ്റും. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോ കാറ്റഗറി അനുസരിച്ച് ഈ പറഞ്ഞ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം റെഡിലും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ വേറൊരു കളറും ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്ലൂ വെച്ച് നോക്കുമ്പോൾ കുറേയധികം സമയം എടുക്കും. ഇതിലേതാണ് എൻ്റെ ഫോൾഡർ. പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കാറ്റഗറൈസ് ചെയ്ത് ഇതേപോലെ കളർ ഓപ്ഷൻസിൽ സോർട്ട് ചെയ്യുമ്പോൾ റെഡ് കണ്ടു, ഇതിലെൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫയലാണ്, അപ്പോൾ അതിൽ ആക്സസ് ചെയ്യാം എന്നുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ ഫയൽ ആപ്പിലും ഈ പറഞ്ഞ കളറിങ് ഓപ്ഷൻസും ടാഗിങ് ഓപ്ഷൻസും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ iOS 26ൻ്റെ ബഗുകളെ പറ്റി സംസാരിക്കാം. ഈ iOSലെ ഏറ്റവും വലിയ ബഗ് വന്നിരിക്കുന്നത് ക്യാമറ ആപ്ലിക്കേഷനാണ്. ക്യാമറ ആപ്ലിക്കേഷനിൽ എടുക്കുന്ന ഫോട്ടോ നമുക്ക് ക്ലാരിറ്റി ഇല്ല, ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഇമേജ് പ്രോസസ്സിങ് ഭയങ്കര മോശമാണ് എന്നിങ്ങനെ നിരവധിയായ കംപ്ലൈൻറ്റുകളാണ് ക്യാമറ ആപ്പിന് ഇപ്പോൾ ഒരു ബഗ്ഗായിട്ട് വന്നിരിക്കുന്നത്. മേ ബി ഈ പറഞ്ഞ ആഴ്ച തന്നെ iOS 26.0.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യും ഈ ഒരു ബഗ് റിസോൾവ് ചെയ്യാനായിട്ട്. അതോടൊപ്പം വേറെ വന്ന ബഗ്ഗാണ് കുറേയധികം യൂസേഴ്സിന് ഈ പറഞ്ഞ ഡിവൈസ് നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് iOSൻ്റെ അപ്ഡേറ്റിന് ശേഷം എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കുറേയധികം ആൾക്കാർക്ക് ഹീറ്റിംഗ് ഇഷ്യൂ പറയുന്നുണ്ട്. അത് നോർമലാണ്, കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദ മേജർ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസ് ഈ പറഞ്ഞ OS ആയിട്ട് ഒന്ന് സ്റ്റെബിലൈസ് ആവാൻ കുറച്ച് സമയം എടുക്കും. ചിലവർക്ക് 2 ദിവസം മതിയായിരിക്കും. പക്ഷേ ചില ഡിവൈസിൽ കുറേ ഡാറ്റ, കുറേ ആപ്ലിക്കേഷൻ, കുറേ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 3-4 ദിവസം എടുത്താലായിരിക്കും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരുടെ ഫോണിൽ ഒന്ന് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 3-4 ദിവസമുള്ള ഹീറ്റിങ്ങും അതോടൊപ്പം ബാറ്ററി ഡ്രെയിനും നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട. 1 വീക്ക് കഴിഞ്ഞിട്ടും ഈ പറയുന്ന ഡിവൈസിൽ ഇതേപോലെ റെഗുലറായിട്ട് നല്ല ബാറ്ററി ഡ്രെയിൻ ഉണ്ട്, അതോടൊപ്പം എക്സ്ട്രീമായ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്.
അങ്ങനെയുണ്ടെങ്കിൽ iCareലോ ഓതറൈസ്ഡ് ആയ സർവീസ് സെൻ്ററിൽ കാണിക്കുക. യൂഷ്വലി ഓരോ അപ്ഡേറ്റിന് ശേഷം അത് മേജറായ ഇതേപോലെ iOS 26, iOS 18 എന്നിങ്ങനെയുള്ള ഒരു മേജർ അപ്ഡേറ്റ് കഴിയുമ്പോൾ ഒരു 1 വീക്ക് വരെ എൻ്റെ ഡിവൈസ് ആയിക്കോട്ടെ, എൻ്റെ കൂടെയുള്ള കുറേ അധികം കൂട്ടുകാരുടെ ഡിവൈസ് ആയിക്കോട്ടെ, അവിടെ എല്ലാ ഡിവൈസിലും ഈ പറഞ്ഞ സെയിം ഇഷ്യൂ, ബാറ്ററി ആയിട്ടും ഈ പറയുന്ന ഹീറ്റിംഗ് ആയിട്ടും എല്ലാം കുറേയധികം പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് നോർമൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞിട്ടും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് IPSW ഫയൽ വെച്ച് നിങ്ങൾ iTunes വഴി അപ്ഡേറ്റ് ചെയ്താലും ഈ പറഞ്ഞ ഓവർ ദ എയർ അപ്ഡേറ്റ് ചെയ്താലും ചെറിയ ബഗുകൾ മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ ബഗുകൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഡിവൈസ് നിങ്ങൾക്ക് ബഗ് ചെറിയ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. യൂഷ്വലി ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ മൈനർ ബഗ്ഗൊക്കെ അപ്പം തന്നെ ക്ലോസ് ആകും. സോ റീസ്റ്റാർട്ടാണ് ഏറ്റവും ആദ്യം നിങ്ങളുടെ ഡിവൈസ് യൂസ് ചെയ്ത് ഇതേപോലെ ഈ ഒരു ആപ്പ് ഐക്കൺ കാണിക്കുന്നില്ല, അതോടൊപ്പം ചെറിയ ബഗ്ഗുകൾ ഈ പറഞ്ഞ ഡിവൈസിൽ കാണിക്കുന്നുണ്ട്, ചെറിയ സ്റ്റക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല എക്സ്ട്രീം ചൂട് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാക്കിൽ ഫീൽ ചെയ്യും. അത് നമ്മുടെ ബാറ്ററിയും അതോടൊപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഡിവൈസിൻ്റെ ഈ ഒരു OS ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അപ്ഡേറ്റിന് ശേഷം അപ്പം തന്നെ എക്സ്ട്രീമായ ഗെയിമിങ്ങും അതോടൊപ്പം ക്യാമറ യൂസേജും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡിവൈസ് ഒന്ന് കൂൾ ഡൗൺ ആയി സെറ്റിൽഡായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഡിവൈസ് ബാക്ക് ടു നോർമലി യൂസ് ചെയ്യുക. കാരണം ഡിവൈസ് ആണെങ്കിൽ പോലും അതൊരു മെഷീനാണ്, അതിന് അപ്ഡേഷൻ വന്ന് ആ ഒരു കാര്യം ഒന്ന് യൂസ് ആവാൻ വേണ്ടി ഡിവൈസിനാണെങ്കിലും നമ്മൾ ടൈം കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓടിപ്പോയി അപ്ഡേറ്റ് ചെയ്ത് അപ്പം തന്നെ എക്സ്ട്രീമായ ഗെയിമിങ്ങും എക്സ്ട്രീമായ പ്രോ യൂസും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇതിനും ഒരു ലൈഫ് ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ വേണം ഡിവൈസ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ബാറ്ററിയുടെ ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഡിവൈസിൽ ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 94% ആണ്. ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 361 ആണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബാറ്ററി ഹെൽത്ത് എനിക്ക് ഈ ഒരു ഡിവൈസ് തരുന്നുണ്ട്. ഇന്നലെ തന്നെ എനിക്ക് ഒരു ഫുൾ ഡേ ചാർജ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഐഫോണിൽ ലഭിച്ചത്. എൻ്റെ ബാറ്ററി യൂസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഈ പറഞ്ഞ ഡിവൈസിൽ അഡാപ്റ്റീവ് ബാറ്ററി മോഡ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20 ബിലോ ആകുമ്പോഴത്തേക്കും നമ്മുടെ യൂസേജ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ലോ പവർ മോഡിലേക്കും ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും ഐഫോൺ തന്നെ ജമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻസ് എല്ലാം മാക്സിമം കട്ട് ചെയ്ത് നമുക്ക് നല്ല ബാറ്ററി പെർഫോമൻസ് തരാൻ വേണ്ടിയാണ് ഒരു അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം iOS 26.0.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ഈ വീക്കിൽ തന്നെ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് iOS 26.1ൻ്റെ ബീറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്താൽ മതി. ഇതേപോലുള്ള അടിപൊളിയായ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്നും ആക്സസ് ചെയ്യാം. സോ ഈ ഒരു iOS 26ൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങളും അതോടൊപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ പുതിയ കാര്യങ്ങളും അറിയാണ്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Evin Xavier signing from Evika.